ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കുറച്ച് ടിപ്പുകളാണ് കേട്ടോ. തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കൂ, ഉപയോഗപ്രദമാവും. എല്ലാവരുടെയും വീട്ടിൽ ഇതുപോലെ ഉപയോഗിച്ചിട്ട് മാറ്റി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ കളയാനായിട്ട് വെച്ചിരിക്കുന്ന അരിപ്പകൾ ഉണ്ടാവുമല്ലോ. ഇത് വെച്ച് ചെയ്യാൻ പറ്റുന്ന കുറച്ച് അടിപൊളി ടിപ്പുകളാണ് കേട്ടോ. അരിപ്പകൾ പൊതുവേ നമ്മൾ വാങ്ങിച്ചാൽ ഒരു 2-3 മാസം ഉപയോഗിച്ച് കഴിയുമ്പോഴേക്കും പിന്നെ നമ്മളത് കളയാറാണ് പതിവ്. പക്ഷേ കളയുന്നതിന് മുമ്പ് ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു നോക്കും. അപ്പോൾ ഓരോ ടിപ്പുകളായിട്ട് ചെയ്ത് നോക്കാം. ഇതുപോലെയുള്ള സ്റ്റീലിൻ്റെ അരിപ്പകൾ കുറച്ച് കാലം നമ്മൾ ചായ അരിക്കാനായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കറയൊക്കെ വന്നിട്ട് പിന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റാറില്ല അല്ലേ. അത് വൃത്തിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ടിപ്പുണ്ട്. ഞാനിതിന് മുമ്പേ ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കളയാൻ വെച്ചിരിക്കുന്ന അരിപ്പ കൊണ്ടുള്ള ടിപ്പുകളാണ് ഇപ്പം കാണാനായിട്ട് പോകുന്നത്. ഇതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ അരിപ്പകൾ കളയാനായിട്ട് വെച്ചതുണ്ടെങ്കിൽ ഒരെണ്ണം എടുത്തിട്ട് അതിൻ്റെ നടുക്കുള്ള ആ ഒരു നെറ്റിൻ്റെ ഭാഗം ഉണ്ടല്ലോ അതൊന്ന് കട്ട് ചെയ്തെടുക്കണം. നെറ്റിൻ്റെ സൈഡിൽ നിന്ന് കുറച്ച് വിട്ടതിന് ശേഷമാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും. ഈ ഒരൊറ്റ സൂത്രം കൊണ്ട് തന്നെ ഒന്നിലധികം കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. ഇതുപോലെയാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇത് നമ്മളിനി ഉപയോഗിക്കാനായിട്ട് പോകുന്നത് നമ്മുടെയൊക്കെ വീട്ടിൽ ഇടികളുണ്ടാവുമല്ലോ. അതിലെന്തെങ്കിലുമൊക്കെ ചതയ്ക്കുന്ന സമയത്ത് പുറത്തേക്ക് തെറിച്ച് പോകാതിരിക്കാനായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള അരിപ്പത ഇതുപോലൊന്ന് വെച്ച് കൊടുത്തതിന് ശേഷം നിങ്ങളൊന്ന് ഇടിച്ചു നോക്കും. നമുക്കതൊന്ന് ചതച്ചെടുക്കാനും എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഇതിൽ എന്തിട്ട് ചതച്ചാലും പുറത്തേക്ക് തെറിച്ച് പോവുകയില്ല. ഇതേ അരിപ്പ തന്നെ നമുക്ക് ഇടികല്ല് കവർ ചെയ്ത് വെക്കാനായിട്ടും ഉപയോഗിക്കാവുന്നതാണ്. രാത്രികാലങ്ങളിലൊക്കെ പാറ്റയും പല്ലിയൊക്കെ വന്ന് ഇടികല്ലിൽ ഇറങ്ങാനും അല്ലെങ്കിൽ അത് നക്കാനും ഒക്കെയുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് കവർ ചെയ്ത് വെക്കുകയാണെങ്കിൽ അതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ആ ഒരു അരിപ്പ കട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഭാഗം നെറ്റ് വിട്ടതിന് ശേഷം വേണം കട്ട് ചെയ്ത് വെക്കാനായിട്ടെന്ന്. ഇതുപോലെ ഒന്ന് വെച്ചാൽ നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അടുത്ത ടിപ്പ്, നമ്മൾ ഇതുപോലെയുള്ള പാത്രങ്ങളിൽ അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കുന്ന സമയത്ത് അരിപ്പ പാത്രത്തിലിരിക്കാതെ താഴേക്ക് ഇങ്ങനെ വീണ് പോകാറുണ്ടല്ലേ. അത് ഒഴിവാക്കാനായിട്ട് കിടിലനൊരു സൂത്രം പറഞ്ഞുതരാം. ഇതുപോലൊരു സ്പൂൺ എടുത്തിട്ട് ആ ഒരു ഹോളിലിട്ടിട്ട് ഇങ്ങനെ ഒന്ന് ചാരി വെക്കുകയാണെങ്കിൽ നമ്മുടെ അരിപ്പ അവിടെ നല്ല സ്ട്രോങ് ആയിട്ടിരുന്നോളും. ഇതിൽ നമുക്ക് പൊടിയായിട്ടുള്ള ഐറ്റംസുകൾ അരിച്ചെടുക്കാൻ അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചെടുക്കാൻ ഒക്കെ വളരെ ഈസി ആയിരിക്കും കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് കണ്ടു നോക്കാം. കിച്ചൺ സിങ്കിൽ പൊതുവേ ഇതുപോലൊരു ഫിൽറ്റർ ഉണ്ടാവും. കുറേ കാലം കഴിയുമ്പോൾ മിക്കവരുടെയും ഈ ഒരു ഫിൽറ്റർ കളഞ്ഞു പോകാറുണ്ട്, അല്ലെങ്കിൽ എവിടെയാണെന്ന് പോലും നമുക്കറിയത്തില്ല. അങ്ങനെ വരുമ്പം നമ്മളിതിൽ കഴുകുന്ന എല്ലാ സാധനങ്ങളിലെയും വേസ്റ്റുകൾ ഉള്ളിലേക്ക് പോയിട്ട് പെട്ടെന്ന് ബ്ലോക്ക് ആവും. അത് ഒഴിവാക്കാനായിട്ട് ഇതുപോലൊരു അരിപ്പ ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ എല്ലാ വേസ്റ്റും വന്ന് ഇതിൽ അടിഞ്ഞോളും. ഞാനിപ്പോൾ ആദ്യം വെച്ച ആ ഒരു അരിപ്പ ചെറുതാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ മാറ്റിയിട്ട് വേറെ കുറച്ച് ആ ഒരു ഹോളിന് ഫിറ്റ് ആവുന്ന ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒന്നും തന്നെ ആ ഒരു കിച്ചൺ സിങ്കിന് ഉള്ളിലേക്ക് പോകില്ല. എല്ലാ വേസ്റ്റും ആ ഒരു അരിപ്പയിൽ വന്ന് അടിഞ്ഞോളും. നമുക്ക് എടുത്ത് കളയാനും ഈസി ആയിരിക്കും. നിങ്ങളുടെ കിച്ചൺ സിങ്കിൻ്റെ ഫിൽറ്റർ മിസ്സായിട്ടുള്ളവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുതേ. ഇനി നമ്മളെ തംബ്നെയിലിൽ കണ്ടതുപോലെ ഒരുപാട് കാലം നമ്മുടെ വാഷിംഗ് മെഷീൻ കേടാവാതിരിക്കാനും നമ്മൾ അതിലേക്കിട്ട് കഴുകുന്ന തുണികൾ പെട്ടെന്ന് തന്നെ വൃത്തിയാക്കി കിട്ടാനും പറ്റുന്നൊരു സൂത്രമാണ് കേട്ടോ കാണിക്കുന്നത്. അതിനായിട്ട് നല്ല ഒരു അരിപ്പ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ 2 സൈഡിലേക്കും തള്ളി നിൽക്കുന്ന ഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്ത് ഒന്ന് ഷേപ്പ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ നിങ്ങളൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ഈ അരിപ്പയൊന്ന് തിരിച്ച് വെച്ചിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് 6 ഹോൾ ഇട്ട് കൊടുക്കണം. ഏതെങ്കിലും ഒരു കത്തി ചൂടാക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഹോൾ ഇട്ട് കൊടുത്താൽ മതി. ഒരു ഹോളിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വേണം കേട്ടോ അടുത്ത ഹോൾ ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് 3 കേബിൾ ടൈ എടുത്തിട്ട് ഓരോ ഹോളിലൂടെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഹോളിലൂടെ വലിച്ച് നല്ലപോലെ ടൈറ്റായിട്ടൊന്ന് കെട്ടിയെടുക്കണം. ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്താൽ മതി. നമ്മുടെ അരിപ്പയുടെ ബാക്ക് സൈഡിലൂടെ കേബിൾ ടൈ എടുത്ത് ഇതുപോലെ ഒന്ന് വലിച്ചെടുത്തതിന് ശേഷം ആ ഒരു ഹോളിൻ്റെ ഓപ്പോസിറ്റ് സൈഡുള്ള ഹോളിലൂടെ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും തിരിച്ചു കൊണ്ടുവന്ന് ആ ഒരു കേബിൾ ടൈ നല്ലപോലെ ടൈറ്റായിട്ടൊന്ന് കെട്ടുക. ഇതേ രീതിയിൽ തന്നെ 3 കേബിൾ ടൈയും നമുക്ക് ക്രോസ് ആയിട്ട് കെട്ടിയെടുക്കാവുന്നതാണ്. ഇപ്പം നമ്മൾ ഒരെണ്ണം നല്ല ടൈറ്റായിട്ട് കെട്ടിയിട്ടുണ്ട്. ഇതുപോലെയാണ് കേട്ടോ ബാക്കി 2ഉം കൂടെ കെട്ടുന്നത്. അതുകൂടെ ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു രീതിയിലാണ് നമുക്ക് കേബിൾ ടൈകൾ കെട്ടിവെക്കേണ്ടത്. ഒന്നിനോട് ക്രോസ് ആയിട്ടുള്ള രീതിയിൽ ഇതുപോലെ നല്ല ടൈറ്റായിട്ട് കെട്ടിയെടുത്തതിന് ശേഷം പുറത്തേക്ക് നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം.
വാഷിംഗ് മെഷീനിൽ തുണികൾ കഴുകുമ്പം പല ആളുകളുടെയും പ്രശ്നമാണ് വൃത്തിയാകുന്നില്ല, അല്ലെങ്കിൽ തുണികളൊക്കെ കെട്ടുപിണഞ്ഞു പോകുന്നു, അതെടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നു, വാഷിംഗ് മെഷീൻ പെട്ടെന്ന് കേടായി പോകുന്നു. അങ്ങനെയൊക്കെയുള്ള പ്രശ്നമുള്ളവർക്ക് ഇതുപോലൊന്ന് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. എത്ര വർഷം കഴിഞ്ഞാലും നിങ്ങളുടെ വാഷിംഗ് മെഷീൻ കേടാകത്തില്ല. മാത്രമല്ല നമ്മളതിലേക്കിട്ട് കഴുകിയെടുക്കുന്ന തുണികൾ കെട്ടുപിണയാതെ നമുക്ക് വളരെ ഈസി ആയിട്ട് എടുക്കാനും പറ്റും. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരിപ്പ ഇതുപോലെ വാഷിംഗ് മെഷീനിൽ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ മെഷീൻ ഓണാക്കിയാൽ മതി. അപ്പം നമ്മുടെ തുണികളിലുള്ള അഴുക്കുകൾ പെട്ടെന്ന് മാറി കിട്ടുമെന്ന് മാത്രമല്ല, തുണികളിൽ നിന്ന് വരുന്ന അഴുക്കുകളൊക്കെ ഈ ഒരു നെറ്റിൽ അടിഞ്ഞോളും. മെഷീനിൽ തന്നെ ഒരു ഫിൽറ്ററുണ്ട്, എന്നാലും നമുക്ക് ചില സമയത്ത് ഒരുപാട് അഴുക്കുള്ള തുണികളൊക്കെ കഴുകുന്ന സമയത്ത് ആ ഒരു അഴുക്കൊക്കെ അതിലേക്ക് ചെന്ന് അടിഞ്ഞിട്ട് അടുത്ത പ്രാവശ്യം നമ്മൾ തുണി കഴിയുമ്പോൾ ആ അഴുക്കൊക്കെ ആ തുണിയിൽ പറ്റിപ്പിടിക്കും. അതേസമയം ഇതുപോലെ ചെയ്യുവാണെങ്കിൽ ദേ കണ്ടില്ലേ, ആ ഒരു അഴുക്കൊക്കെ ആ അരിപ്പയുടെ ഉള്ളിൽ തന്നെ അടിഞ്ഞു കിട്ടും. മാത്രമല്ല തുണികൾ നമുക്ക് എടുക്കാനായിട്ട് ഈസിയാവും, ഒന്നൊന്നിനോട് കെട്ടുപിണഞ്ഞ് പോകത്തില്ല. എത്ര അഴുക്കുള്ള തുണികളും വളരെ ഈസി ആയിട്ട് ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാനും കഴിയും. ഇതുകൊണ്ട് തന്നെ നമ്മുടെ വാഷിംഗ് മെഷീൻ ഒരുപാട് ഈട് നിൽക്കും, എത്ര കാലം കഴിഞ്ഞാലും കേടാവത്തില്ല കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുതേ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം. ഇതുപോലെ ഒരു അരിപ്പയുടെ നടുക്കുള്ള ആ ഒരു നെറ്റിൻ്റെ ഭാഗം നല്ലതുപോലെ കട്ട് ചെയ്ത് കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കാം. ഈ അരിപ്പയൊക്കെ ഞാൻ കളയാനായിട്ട് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. കുറേ കാലം കൊണ്ട് ജ്യൂസൊക്കെ അരിച്ചിട്ട് എടുക്കുന്ന അരിപ്പയായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള അരിപ്പകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഇതുപോലെ ഒന്ന് നെറ്റൊക്കെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ ചുറ്റും നമുക്ക് നല്ല കളറുള്ള ടേപ്പുകളൊന്ന് ചുറ്റിയെടുക്കണം. കുറച്ച് ക്രാഫ്റ്റ് വർക്കൊക്കെ അറിയാവുന്നവരാണെങ്കിൽ ഈ ഒരു അരിപ്പ നമുക്ക് നല്ല പോലെ റീയൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇപ്പം ഞാൻ ഇതിൽ വലുതായിട്ടൊന്നും ക്രാഫ്റ്റ് ചെയ്യുന്നില്ല, ഇതുപോലെയുള്ള ഒരു കളർ ടേപ്പ് ചുറ്റിയെടുക്കുക മാത്രമാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ തന്നെ നല്ല പോലെ കാണാൻ ഭംഗിയാവും കേട്ടോ. ഫൈനൽ റിസൾട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതുപോലെ ഒരു സൈഡിൽ നിന്ന് നല്ല ടൈറ്റായിട്ട് വേണം കേട്ടോ ചുറ്റി എടുക്കാനായിട്ട്. ക്രാഫ്റ്റൊക്കെ ചെയ്യാനായിട്ട് താല്പര്യമുള്ള മക്കളൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ കൊടുത്താൽ അവർ നല്ലപോലെ ഇത് ചെയ്തു തരും കേട്ടോ. ഇപ്പം നമ്മൾ സിമ്പിളായിട്ട് ആ ഒരു കളർ ടേപ്പ് വെച്ചിട്ട് ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഉപയോഗിക്കാനായിട്ട് പോകുന്നത് കിച്ചണിലാണ് കേട്ടോ. കിച്ചണിൽ മിക്ക സമയത്തും കാണാതെ പോകുന്ന ഒന്നാണ് കിച്ചൺ ടവൽ. അപ്പോൾ ഇതുപോലൊരു സ്റ്റാൻഡ് ഉണ്ടാക്കി നമ്മൾ വെക്കുകയാണെങ്കിൽ അതിലേക്ക് നമുക്ക് കിച്ചൺ ടവലുകൾ ഇട്ട് വെക്കാനായിട്ട് പറ്റും. കാണാനും ഒരഭംഗിയും ഉണ്ടാവില്ല. ഇതുപോലെ ഒരു സൈഡിൽ ഹാങ് ചെയ്തതിന് ശേഷം നമുക്ക് കിച്ചൺ ടവലുകളൊക്കെ ഇതിൽ വെക്കാനായിട്ട് കഴിയും. അതുപോലെ തന്നെ നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കുന്ന മിക്സിയുടെയും OTGയുടെ ഒക്കെ വയറുകൾ കൂട്ടി കെട്ടിപ്പിണഞ്ഞു പോകാതിരിക്കാനായിട്ട് ഇതുപോലെയൊക്കെ നമുക്ക് തൂക്കിയിടാനായിട്ടൊരു സ്റ്റാൻഡായിട്ടും ഉപയോഗിക്കാം. ഇനി നമ്മുടെ അടുത്ത ടിപ്പ്, ഇതുപോലെയുള്ള സ്റ്റീലിൻ്റെ അരിപ്പകൾ കളയാനായിട്ട് വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഒന്നെടുത്തിട്ട് നമ്മൾ ചെറുതായിട്ട് അതിൻ്റെ ആ ഒരു ഹാൻഡിലിൻ്റെ ഭാഗം ഒന്ന് വളച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഒന്ന് വളച്ചെടുത്ത് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മുടെ കിച്ചണിൽ സഹായമായിട്ട് ഉപയോഗിക്കാം. ഇതുപോലെ കൈകൊണ്ടൊന്ന് വളച്ചെടുത്താൽ മതി. ഇനി നമ്മൾ ഇത് ഉപയോഗിക്കാനായിട്ട് പോകുന്നത് ചൂടുള്ള സാധനങ്ങളൊക്കെ എടുക്കാനായിട്ടാണ് കേട്ടോ. ചൂടുള്ള വെള്ളത്തിൽ നിന്ന് മുട്ട പുഴുങ്ങിയതെടുക്കാനായിട്ട്, ഏത്തപ്പഴം അല്ലെങ്കിൽ ഉരുളൻകിഴങ്ങൊക്കെ നമുക്കത് ഇതുപോലെ വളരെ ഈസി ആയിട്ട് കയ്യിൽ ചൂട് തട്ടാതെ ആ ഒരു വെള്ളമൊക്കെ ആ അരിപ്പയിലൂടെ താഴേക്ക് പൊയ്ക്കോളും, ഈസി ആയിട്ട് എടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഫ്രൈ ചെയ്ത സാധനങ്ങളൊക്കെ നമുക്ക് എടുക്കാൻ ഈ ഒരു അരിപ്പ ഉപയോഗിക്കാവുന്നതാണ്. സ്നാക്സൊക്കെ ഫ്രൈ ചെയ്ത് ചൂട് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാനായിട്ട് പുതിയ അരിപ്പ ഇതുപോലെ ഉപയോഗിച്ചാൽ മതി. പിന്നെ ഇതുകൊണ്ടുള്ള അടുത്ത ടിപ്പ്, നമ്മുടെ സിങ്കിൻ്റെ സൈഡിൽ ഇതുപോലെ തൂക്കിയിടുകയാണെങ്കിൽ നമ്മുടെ സ്ക്രബ്ബറൊക്കെ പെട്ടെന്ന് ഉണങ്ങി കിട്ടാനായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട് കഴിയും. രാത്രിയൊക്കെ ഇതുപോലെ വെച്ചിട്ട് പോവുകയാണെങ്കിൽ രാവിലെ വരുമ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ പോയിട്ട് നല്ലപോലെ ഉണങ്ങി കിട്ടും. അതുകൊണ്ട് തന്നെ ബാഡ് സ്മെല്ലോ ബാക്ടീരിയ ഒന്നും തന്നെ നമ്മുടെ സ്ക്രബ്ബറിൽ ഉണ്ടാവില്ല. ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഉപയോഗിക്കാത്ത അരിപ്പ വെച്ച് ചെയ്യാനായിട്ട് കഴിയും. അതൊക്കെ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഇല്ലെങ്കിൽ നമ്മുടെ വീഡിയോ വലിയ ലെന്തിയാവും, നിങ്ങൾക്ക് കാണാനായിട്ടും ബോറായിരിക്കും. അപ്പം ഇതുവരെയും നമ്മളെ സപ്പോർട്ട് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.